കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് താരിയും സൽമാനും വിവാഹിതരാവുന്നതായിരുന്നു. വിവാഹശേഷം സൽമാൻ താരിയുടെ അടുത്തേക്ക് താമസത്തിനെത്തി. ബിയാൻ പണിത് താരിക്ക് കൊടുത്തിരുന്ന ആ വലിയ വീട്ടിലേക്കായിരുന്നു സൽമാൻ എത്തിച്ചേർന്നത്. ലഗേജും എടുത്ത് അകത്തേക്ക് വന്ന സൽമാൻ എടുക്കൽ നമ്മുടെ മുറി മുകളിലാണ് എന്ന് താരി അറിയിച്ചു. അങ്ങോട്ടേക്ക് വരുന്നില്ല, ഞാനിവിടെ താഴെ ഗസ്റ്റ് റൂമിൽ തങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ സൽമാൻ തന്റെ പെട്ടിയുമായി ഗസ്റ്റ് റൂമിലേക്ക് പോയി. താരിക്ക് സൽമാന്റെ ഈ പ്രവൃത്തികളിൽ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. മറുവശത്ത് ബിയാനും കിനാനും സംസാരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഭാഗ്യക്കേട് വിളയാടുകയാണെന്നാ തോന്നുന്നേ. ഞാൻ ഏറ്റവും സ്നേഹിച്ച വ്യക്തിയെ എനിക്ക് നഷ്ടപ്പെട്ടു. കിനാൻ പറഞ്ഞു. എന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ വിവാഹവും ഇപ്പൊ പോയത് അത്തരത്തിലാണല്ലോ. നമ്മൾ രണ്ടാളും ശരിക്കുമുട്ടും ഭാഗ്യമില്ലാത്തവരാണല്ലേ? അങ്ങനൊന്നുമല്ല. ഓരോ മനുഷ്യർക്കും ദൈവം പരീക്ഷണങ്ങൾ വെക്കും. അവർക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ ഒരിക്കലും ദൈവം നൽകുകയുമില്ല. ഇതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ്. എല്ലാത്തിനും ദൈവം തന്നെ ഒരു വഴികാട്ടും. ബിയാൻ ആ പറഞ്ഞത് കേട്ടതും കിനാന് ബിയാന്റെ സംസാരത്തിലൊക്കെ തെല്ല അതിശയം തോന്നി. ബിയാനെ കിനാനൊന്ന് ചെറുതായി കളിയാക്കി. ഇരുവരും അതോടെ ചിരിച്ച് കുശലം പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കിനാന്റെ വാപ്പയും ഉമ്മയും വാപ്പയുടെ സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. മകളുടെ അവർ കണ്ട വീഡിയോ 3 കൊല്ലം മുമ്പുള്ളതാണെന്നും പ്രശ്നക്കാരനായ ഒരു പയ്യൻ മകളെ വശീകരിച്ച് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മകൾ അതിൽ ആദ്യം പെട്ടുപോയെങ്കിലും പിന്നീട് തന്റെ മകനടക്കം ഇടപെട്ട് അവനെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായതെന്നും മകളുടെ പേരിൽ അതിൽ ഒരു തെറ്റുമില്ല എന്നും വാപ്പ തന്റെ സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ചെയ്ത ആ കാര്യത്തെയൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ മറ്റൊരു പയ്യനുമായി കറങ്ങി നടന്നൊരു പെങ്കൊച്ചിനെ ഞാനങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറ്റുന്നേ എന്ന തരത്തിൽ കിനാന്റെ വാപ്പയുടെ കൂട്ടുകാരൻ പറഞ്ഞതും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തന്റെ മകളുടെ സൈഡ് പിടിച്ച് അയാളോട് തട്ടിക്കയറി. ഇങ്ങനെയുള്ള മനസ്ഥിതിയുള്ള മനുഷ്യരുമായി സൗഹൃദം വെക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നിങ്ങളുമായി ഒരു ബന്ധവും ഇനി വേണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. രാത്രിയിൽ താരി ഫാത്തിഹിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഫാത്തിഹ് ചോദിച്ചു, സൽമാൻ അങ്കിൾ എന്താ ഇവിടെ താമസിക്കുന്നേ? ഇനി ഇവിടെയാണോ താമസിക്കാൻ പോകുന്നേ? അതെ മോനെ, സൽമാൻ അങ്കിൾ ഇനി നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ അദ്ദേഹം ഇവിടെ താമസിക്കുന്നേ. വീട്ടുകാര്യങ്ങളൊക്കെ ഇനി അദ്ദേഹമാ നോക്കാൻ പോകുന്നേ. എന്റെ വാപ്പയുടെ സ്ഥാനത്ത് മറ്റാരും അതുപോലെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഉടനടി ഫാത്തിഹ പറഞ്ഞു. അങ്ങനൊന്നുമല്ല മോനെ, സൽമാൻ അങ്കിള് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമായി ഇവിടെ ഉള്ളേ. അപ്പോഴേക്കും സൽമാൻ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു. സൽമാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ താരി തിരക്കി, എന്തിനാ ഗസ്റ്റ് റൂമിൽ താമസിക്കുന്നേ? എന്റെ കൂടെ ഞങ്ങളുടെ മുറി താമസിച്ചുകൂടെ? സൽമാൻ പറഞ്ഞു. അത് ശരിയാവില്ല. രാത്രി മുഴുവൻ എനിക്ക് ഓരോ വർക്കുകൾ ഉണ്ടാകും. അത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. രാത്രി മുഴുവൻ എന്റെ ഡോക്ടറേറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലും മറ്റുമായിരിക്കും ഞാൻ. സംസാരമൊക്കെ കഴിഞ്ഞതും ഫാത്തിഹിനെയും എടുത്ത് താരി മുറിയിലേക്ക് പോന്നു. ഫാത്തിഹിനെ കിടത്തി ഒരു ബോക്സ് തുറക്കുമ്പോ അതിനുള്ളിൽ നിന്നും താരിക്കൊരു ഫോട്ടോ കിട്ടി. മുമ്പ് ബിയാൻ ഒപ്പം എടുത്തിരുന്ന ഒരു ഫോട്ടോ. അത് കണ്ടതും താരി ഇമോഷണലായി. അത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. തന്റെ മുറിയിലേക്ക് കിടക്കുവാൻ സൽമാനും പോയിരുന്നു. മുറിയിലെത്തുമ്പോ സൽമാൻ അവിടുത്തെ ഭിത്തിയിലും ബിയാന്റെയും താരിയുടെയും പഴയ വിവാഹ ഫോട്ടോ കണ്ടു. അത് ഊരിയെടുത്ത് ഭിത്തിക്ക് അഭിമുഖമായി സൽമാൻ തലതിരിച്ചു വെച്ചു. അടുത്ത ദിവസം പുലർച്ചെ താരി എഴുന്നേറ്റ് വരുമ്പോ സൽമാൻ പാത്രം കഴുകുന്നതും മറ്റുമായിരുന്നു കണ്ടത്. എന്തിനാ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അതിനെന്താ കുഴപ്പമെന്നായിരുന്നു സൽമാന്റെ മറുപടി. അവിടുണ്ടായിരുന്ന ഡർമിയോടും താരി കാര്യം അന്വേഷിച്ചു. താൻ ബോസിനോട് കാര്യങ്ങൾ പറഞ്ഞതാണെന്നും താൻ ചെയ്തോളാമെന്ന് പറഞ്ഞെന്നും പക്ഷെ അദ്ദേഹം അത് ചെയ്യുകയായിരുന്നു എന്നുമായിരുന്നു ഡർമിയുടെ മറുപടി. അങ്ങോട്ടേക്കും വീട്ടിലെ ഓരോ ജോലികളും സൽമാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഡർമി ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ അത്രയും കാറ് കഴുകുക, വസ്ത്രം കഴുകുക, പാത്രം കഴുകുക, അങ്ങനെ എല്ലാ ജോലികളും. ഇതൊക്കെ നിങ്ങളെന്തിനാ ചെയ്യുന്നേ എന്ന് താരി വീണ്ടും ചോദിച്ചെങ്കിലും ഇതൊക്കെ എനിക്ക് ഇഷ്ടമാ ചെയ്യാൻ, അതുകൊണ്ടാ ചെയ്യുന്നത് എന്നായിരുന്നു സൽമാന്റെ മറുപടി. തന്റെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുന്ന സൽമാന്റെ ആ പ്രവൃത്തികൾ കണ്ട് താരിക്ക് അതിശയം തോന്നി. കൂട്ടത്തിൽ ചിരിയും വരുന്നുണ്ടായിരുന്നു. മറുവശത്ത് ബിയാൻ കളിക്കാനിറങ്ങിയിരുന്നു. ഒരു മത്സരത്തിൽ ബിയാന്റെ ടീം വിജയിച്ചു. അന്ന് സാറ അവനെ കാണാനെത്തിയിരുന്നു. അവന് കഴിക്കാൻ കൊണ്ടുവന്ന ബർഗർ സാറ അവന് കൊടുത്തു. ശേഷം ഇരുവരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിനിടയിൽ സാറ് ചോദിച്ചു, നിന്റെ ഓഫീസിൽ കുറെ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞേ? അതിൽ ഞാൻ സഹായിക്കട്ടെ. നിനക്ക് നിന്റെ ജോലി തന്നെ ഒരുപാടില്ലേ? അതിന്റെ ഇടയില് എന്റെ ജോലികൾക്ക് കൂടി വേണ്ടി എന്തിനാ സമയം കളയുന്നേ? അങ്ങനല്ലടാ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയേക്കും. ബിയാനും ഓക്കെ പറഞ്ഞു. സാറ ബിയാനെ ഓഫീസ് വർക്കിൽ സഹായിക്കാൻ തുടങ്ങി. സാറയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നുണ്ടായിരുന്നു. സാറയുമായി ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയ പ്രശ്ന പരിഹാരങ്ങൾ തന്റെ ഓഫീസ് ബോർഡിന് മുമ്പിലും സ്റ്റാഫ് മെമ്പേഴ്സിന് മുമ്പിലും ബിയാൻ അവതരിപ്പിച്ചു. അവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു.
ഇഷ്ടപ്പെട്ടിരുന്നു. അവരൊക്കെ ബിയാനെ അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നാലെ ബിയാൻ സാറയെ മീറ്റ് ചെയ്തിരുന്നു. അവൾ തന്ന സജഷൻസും സഹായവും കൊണ്ടാണ് കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നത്. എല്ലാവരിൽ നിന്നും എനിക്ക് അഭിനന്ദനം കിട്ടി. അതിന് നിന്നോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞ് നന്ദി അറിയിച്ചു. എന്തിനാ നന്ദിയൊക്കെ? ഞാൻ നിന്റെ കൂട്ടുകാരിയല്ലേ? കൂട്ടുകാരി നിന്നെ സഹായിക്കുകയല്ലേ വേണ്ടത് എന്നായിരുന്നു സാറയുടെ മറുപടി. പിന്നാലെ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട് എന്ന് സാറ സൽമാനോട് പറഞ്ഞു. പറയുന്നായിരുന്നു സൽമാന്റെ മറുപടി. സാറ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഫാത്തിഹിന്റെ ഫോൺ കോൾ സൽമാനെ തേടിയെത്തി. സൽമാൻ കോൾ എടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. വാപ്പയ്ക്കൊപ്പം കളിക്കുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഫാത്തിഹ് വിളിച്ചതായിരുന്നു ബിയാനെ. മോന്റെ കൂടെ കളിക്കാൻ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞ് ബിയാൻ ഫോൺ കട്ട് ചെയ്തു. സാറയ്ക്കടുത്ത് ഫാത്തിഹ വിളിച്ചത് എന്ന് സന്തോഷത്തോടെ പറയുകയും ചെയ്തു. മറുവശത്ത് അകും കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കെ അമ്മി മുറിയിലേക്ക് ഓടി വരികയായിരുന്നു. അത്രമേൽ സന്തോഷവതിയായിരുന്നു അമ്മി. താൻ ഗർഭിണിയാണ് എന്ന കാര്യം അകുമിനെ അറിയിച്ചു. അമ്മിയെ അകും ചേർത്തു പിടിച്ചു. പക്ഷേ അകുമിന്റെ മുഖത്ത് ഒരു പ്രസന്നതയുണ്ടായിരുന്നില്ല. അകുമിന്റെ മുഖം അമ്മി ശ്രദ്ധിച്ചിരുന്നു. അമ്മി അവനോട് ചോദിച്ചു, എന്താ ഇപ്പോഴും കുട്ടിയുണ്ടാവുന്നത് ഭയമാണോ? ഇല്ലെന്ന് ചെറിയൊരു ഭയത്തോടെ തന്നെ അകും പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരുപാട് സന്തോഷിക്കേണ്ട സമയമാ. പടച്ചോൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ? അമ്മി അകുമിനെ കെട്ടിപ്പിടിച്ചു. അടുത്ത ദിവസം ആ സന്തോഷ വാർത്ത അമ്മി തന്റെ വാപ്പയോട് പറഞ്ഞിരുന്നു. വാപ്പ അത്രമേൽ സന്തോഷത്തിലായി. പിന്നാലെ അകുമിനോട് അദ്ദേഹം സംസാരിച്ചു. കണ്ടല്ലോ, മോള് ഗർഭിണിയായി. ഇനിയെങ്കിലും നീ ഒരു ജോലിക്കാര്യം കാര്യമായി നോക്കണം. തമാശ കളിക്കേണ്ട കാര്യമല്ല. ഇനിയിപ്പോ ഒരുപാട് ചിലവുകൾ വരും. അമ്മയുടെ വാപ്പ ഇങ്ങനെ ഉപദേശിക്കുന്നത് അകുമിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അകും എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. അമ്മയുടെ വാപ്പയാണെങ്കിലോ എനിക്ക് പേരക്കുട്ടി വരുന്നേ എന്ന് പറഞ്ഞ് വീടിന് പുറത്തേക്കിറങ്ങി ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് താരിയെ കാണാൻ അമ്മി പോയി. താരിക്കടുത്തെത്തി താൻ ഗർഭിണിയാണ് എന്ന കാര്യം അറിയിച്ചു. അമ്മയ്ക്ക് വേണ്ടി താരിയും ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അകും എന്തു പറഞ്ഞു എന്ന് താരി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവനിപ്പോഴും ചെറിയൊരു ആശയക്കുഴപ്പത്തിലാണോ എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്നമ്മി അല്പം ഭയത്തോടെ പറഞ്ഞു. അവന്റെ കാര്യങ്ങൾ നിനക്കറിയാലോ, നീ തന്നെ അവനെ ഒരു കംഫോർട്ട് സോണിൽ വെച്ചാ മതി. അതൊക്കെ പോട്ടെ, ഇത് പറ, വിവാഹം കഴിഞ്ഞിട്ട് എങ്ങനുണ്ട്? സൽമാൻ എങ്ങനെയുള്ള ആളാ? നന്നായി നിന്നെ നോക്കുന്നുണ്ടോ? സൽമാൻ എന്റെ കൂടെ മുകൾ മുറിയിലല്ല താമസിക്കുന്നേ, താഴെ ഗസ്റ്റ് റൂമിലാ താമസിച്ചോണ്ടിരിക്കുന്നേ. മുകളില് എന്റെ കൂടെ താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അയാള് താഴെ തന്നെയാ താമസിച്ചോണ്ടിരിക്കുന്നേ. എന്താ ഇങ്ങനെന്ന് ചോദിച്ചപ്പോ രാത്രി എനിക്ക് വർക്കുണ്ടാവും, അതുകൊണ്ടാണെന്ന് ആ മറുപടിയും പറഞ്ഞേ. സംസാരം തുടർന്ന് തമാശയിലേക്കും പരസ്പരം കളിയാക്കലുകളിലേക്കും നീണ്ടിരുന്നു. അത്തരത്തിൽ അവരോരോന്നും പറഞ്ഞിരിക്കുമ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് അകുമിന്റെ കോൾ വന്നു. അമ്മയുടെ വാപ്പ അകുമിനോട് വഴക്കിടുകയാണെന്നും വേഗം വീട്ടിലേക്ക് വരാനും പറഞ്ഞായിരുന്നു അകും വിളിച്ചത്. അമ്മി ഉടനടി വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയ അമ്മയോട് അകും സംസാരിക്കുകയാണ്. നിന്റെ വാപ്പ അടുത്തുള്ള അലക്കുകടയിൽ എനിക്കൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ടെന്ന്. ലോണ്ടറിയിലൊന്നും പോയി ജോലി നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ജീവിതത്തിൽ ഒരു സ്വപ്നമുള്ളതാ. അകും വേദനയോടെ അമ്മയോട് പറഞ്ഞു. ഏയ്, അതോർത്ത് നീ വിഷമിക്കണ്ട, കുറച്ച് കാത്തിരുന്നാ മതി. നല്ലൊരു ജോലി നിനക്ക് കിട്ടും. അങ്ങനല്ലടോ, ഇവിടെ താമസിച്ച നിന്റെ വാപ്പ എപ്പോഴും ഓരോന്നെന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും റെന്റിന് മാറിയാലോ? എന്നാലേ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നീ കുറച്ച് സമാധാനപ്പെട്. ഇപ്പോൾ റെന്റിന് പോകുന്നതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. ആദ്യം നിനക്കൊരു ജോലി കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് റെന്റിന് പോവാം. അമ്മി അകുമിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അകുമിനപ്പോഴും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു. അന്ന് വൈകിട്ട് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. സെമിനാറിൽ പങ്കെടുക്കാൻ കിനാനും എത്തിച്ചേർന്നിരുന്നു. സൽമാൻ എല്ലാവരോടും സംസാരിച്ചു. കിനാൻ അത് കാണികൾക്കിടയിലിരുന്ന് കേട്ടു. അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതും സൽമാൻ കിനാനിനടുത്തെത്തി. നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഒരാൾ കുറെ നേരമായി നിൽക്കുന്നുണ്ട് എന്ന് കിനാനോട് പറഞ്ഞു. കിനാന് അതാരാണെന്ന് മനസ്സിലായില്ല. സൽമാൻ തന്നെ അവനെ മുമ്പോട്ട് കൊണ്ടുവന്നു. അത് ഹക്സയായിരുന്നു. കിനാനുമായി മുമ്പ് വിവാഹമുറപ്പിച്ച് അത് വേണ്ടെന്ന് വെച്ച അതേ പയ്യൻ. ഹക്സയെ കണ്ടതും അവർ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞതാണല്ലോ എന്നാലോചിച്ച കിനാൻ ദേഷ്യത്തിൽ പോവാൻ തുടങ്ങി. ഹക്സ അവളുടെ പിന്നാലെ ഓടി വന്നു. അവളുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തു. അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു. എന്റെ മനസ്സിലെ ഫീലിങ്സ് നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ല. വിവാഹം മുടക്കിയത് ഞാനായിരുന്നില്ല, എന്റെ പാരന്റ്സ് ആയിരുന്നു. അവരാണ് തീരുമാനമെടുത്തത്. എന്നോട് ആലോചിച്ചിട്ട് പോലുമില്ല. നിന്റെ പാസ്റ്റ് എന്താണ് എന്നുള്ളതൊന്നും എനിക്ക് വിഷയമേ അല്ല. നിന്റെ കൂടെ എനിക്ക് ജീവിക്കണമെന്നുണ്ട്. വീട്ടിലെത്തി അത് വായിച്ചതും കിനാൻ കുറച്ചുനേരം ചിന്തിച്ചു കിടന്നു. അടുത്ത ദിവസം ബിയാനൊപ്പം ഫുട്ബോൾ കളിക്കുവാൻ ഫാത്തിനെ കൊണ്ടാക്കി താരി വർക്കിനായി പോവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാറ വരുന്നത് കണ്ടത്. സാറയെ കണ്ടതും താരിക്ക് വലിയ ദേഷ്യം തോന്നാൻ തുടങ്ങിയിരുന്നു. താരി ഉടനടി വർക്കിന് പോവന്റെ അടുത്തേക്ക് വിളിച്ച് താൻ ഇന്ന് വരുന്നില്ലെന്ന് അറിയിച്ചു. ഫാത്തിനടുക്കൽ ഇന്നും ആ മോന്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ തുടരാൻ തുടങ്ങി. ആ സമയം ബിയാനും വർക്ക് സംബന്ധമായിട്ട് ഒരു ഫോൺ കോൾ വന്നു. അതിനുവേണ്ടി പുറപ്പെടുന്നതിനെ പറ്റി ബിയാൻ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സൽമാൻ വരുന്നത് ബിയാൻ കാണുന്നത്. കളിക്കാനുള്ള ജേഴ്സിയിൽ വന്ന സൽമാനെ കണ്ടതും ഇന്നത്തെ വർക്കിന് താനുണ്ടാവില്ല എന്ന് പറഞ്ഞ ആ അപ്പോയിന്റ്മെന്റ് വരെ ബിയാൻ ക്യാൻസൽ ചെയ്തു.
അങ്ങോട്ടേക്കെത്തിയ സൽമാൻ ഫാത്തിഹിനൊരു ജേഴ്സി അടക്കം സമ്മാനമായി കൊണ്ടുവന്നിരുന്നു. ബിയാൻ അതൊക്കെ ചെറിയ കുശുമ്പോടെ നോക്കിക്കാണുന്നുണ്ട്. ബിയാൻ സൽമാനെ ആ ഒരു അവസരത്തിൽ വെല്ലുവിളിച്ചു. നമുക്ക് കളിച്ചു നോക്കിയാലോ, ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. അവർ തമ്മിൽ വാശിയേറിയ പോരാട്ടം തുടങ്ങി. കളിക്കാൻ വന്ന ഫാത്തിഹാണെങ്കിൽ കളിക്കാനിറങ്ങാതെ നോക്കി നിൽക്കുന്നു. ആദ്യം സൽമാൻ ഗോളടിച്ചിരുന്നു. ബിയാന് ദേഷ്യം വന്നു. സൽമാനോട് ദേഷ്യം തോന്നിയ ബിയാൻ കളിക്കിടയിൽ സൽമാനെ കാല് തട്ടി വീഴ്ത്തി. താഴെ വീണ സൽമാന് കാലിന് സാരമായി പരിക്കേറ്റിരുന്നു. ശേഷം ബിയാനായിരുന്നു അവരെല്ലാവരെയും തന്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്. കാറിൽ പോകുമ്പോ താരി ബിയാനോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനാണോ കളിക്കുന്നേ? നീ കാരണമല്ലേ സൽമാൻ ഇപ്പോ ഈ അപകടം സംഭവിച്ചേ. അതൊക്കെ വിട്ടുകളാ എന്ന് സൽമാൻ താരിയോട് പറഞ്ഞു. നമുക്ക് ഒരു വൈദ്യന്റെ അടുത്തേക്ക് പോയാ മതി, കാലൊന്ന് തിരുമണം എന്നും സൽമാൻ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. യാത്രയ്ക്കൊടുവിൽ അവരൊരു വൈദ്യന്റെ അടുത്തെത്തി. അവിടെ കുറച്ചധികം ആളുകൾ വൈദ്യനെ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം അവർക്കവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. കാത്തിരിപ്പിനൊടുവിൽ ചികിത്സയൊക്കെ കഴിഞ്ഞതും താരി തന്നെ സൽമാനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തി. ഹക്സയുടെ ലെറ്റർ വായിച്ചതും ഹക്സ പ്രശ്നക്കാരനല്ല എന്ന് കിനാന് തോന്നിയിരുന്നു. അതുകൊണ്ട് കിനാൻ ഹക്സയെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോ അവളുടെ വാപ്പാദാറിനെ ചോദ്യം ചെയ്തു. ഇനിമേലാൽ ഹക്സയെ കണ്ടുപോകരുത് എന്നും വാണിംഗ് കൊടുത്തു. അടുത്ത ദിവസം പുലർച്ചെ പ്രഭാത നമസ്കാരത്തിന് സൽമാൻ താരിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു. സൽമാൻ പള്ളിയിലേക്കായി പുറപ്പെട്ടു. താരി ആ സമയം തന്റെ പഴയകാലം ഓർത്തു. മുമ്പ് ബിയാനും താരിയും വിവാഹിതരായിരുന്ന സമയത്ത് നിസ്കാരത്തിനായി ബിയാനെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നത് താരിയായിരുന്നു. സൽമാനും ബിയാനും തമ്മിൽ എത്രമാത്രം അന്തരമാണുള്ളത് താരി ആലോചിച്ചു നിന്നു. അന്ന് രാത്രിയിൽ സാറയും ബിയാനും മീറ്റ് ചെയ്തിരുന്നു. സാറ ചെയ്ത സഹായങ്ങൾക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ബിയാൻ സാറയെ ക്ഷണിച്ചിരുന്നു. ഭക്ഷണം കഴിച്ച് സംസാരിക്കുമ്പോ നിനക്ക് എന്തെങ്കിലും പ്രത്യേകമായി എന്നോട് പറയാനുണ്ടോ എന്ന് ബിയാൻ സാറയോട് തിരക്കി. അന്നെന്തോ പറയാൻ വന്നിരുന്നല്ലോ, പിന്നീട് പറഞ്ഞതുമില്ല എന്നും ചോദിക്കുകയും ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നായിരുന്നു സാറയുടെ മറുപടി. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് സാറയോട് യാത്ര പറഞ്ഞ് ബിയാൻ പുറപ്പെടാനൊരുങ്ങി. കുറച്ചു ദൂരം ബിയാൻ തിരിഞ്ഞു നടന്നതും പിന്നിൽ നിന്നും സാറ ഐ സ്റ്റിൽ ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞു. പഴയ പോലെ താൻ ഇപ്പോഴും അവനെ പ്രണയിക്കുന്നുണ്ടെന്ന്. ബിയാന്റെ മുഖം പെട്ടെന്നൊന്ന് മാറിയിരുന്നു. സാറയ്ക്കടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞ് പിന്നെ കാണാമെന്നറിയിച്ച് ബിയാൻ അവിടെ നിന്ന് പോന്നു. അമ്മയുടെ വാപ്പ വീണ്ടും അടുത്ത പ്രശ്നവുമായി എത്തിയിരുന്നു. അകുമിനടുക്കലെത്തി താനൊരു ജോലി കണ്ടുവച്ചിട്ടുണ്ടെന്നും വൃദ്ധരായ രണ്ടുപേരെ നോക്കേണ്ടുന്നതായ ജോലിയാണതെന്നും നിനക്ക് പറ്റുമെന്നും അകുമിനോട് വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ തനിക്ക് വയ്യ എന്ന് പറഞ്ഞ അകും പ്രതികരിച്ചു. ഇങ്ങനാണല്ലോ എങ്ങനെ ശരിയാവാനാ? എന്റെ മോളല്ലേ നിനക്ക് ചെലവിന് തന്നോണ്ടിരിക്കുന്നേ, ഇനിയെങ്കിലും നീ നിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ, എന്റെ മോളെ നോക്കണ്ടേ? അമ്മയുടെ വാപ്പ ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. വാപ്പയോട് കയർത്തു. വാപ്പ എന്തിനാ അവനോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അകുമിനെ ഒന്ന് വെറുതെ വിടു വാപ്പ, അവന് നല്ല ജോലി പിന്നെ കിട്ടിക്കോളും. വാപ്പ കാരണ ഇവിടെ ഇപ്പൊ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. അമ്മയുടെ അപ്പറച്ചിൽ അവളുടെ വാപ്പയെ കുറച്ച് വേദനിപ്പിച്ചിരുന്നു. മറുവശത്ത് സോഫയിൽ കിടന്ന് ഫാത്തിഹ ഉറങ്ങിപ്പോയിരുന്നു. താരി ഫാത്തിഹിനെ പൊക്കിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോവാൻ നോക്കുമ്പോഴേക്ക് സൽമാൻ അങ്ങോട്ടേക്ക് വന്നു. ഫാത്തിഹിനെ ഞാൻ ബെഡിൽ കിടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഫാത്തിഹിനെ എടുത്ത് ബെഡിലേക്ക് കിടത്താൻ കൊണ്ടുപോയി. താരി സൽമാനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സൽമാൻ ഫാത്തിഹിനെ ബെഡ്റൂമിൽ കൊണ്ടു കിടത്തി. പിന്നാലെ താഴേക്കിറങ്ങാൻ പോകുമ്പോ അവിടെ ബിയാന്റെ പഴയൊരു ഫോട്ടോ കണ്ടു. അതെടുത്ത് അവൻ മറച്ചു വെച്ചു. പിന്നാലെ സൽമാൻ താഴേക്ക് പോവാൻ പോകുമ്പോ താരി അവന്റെ മുമ്പിലേക്ക് എത്തി. എന്തിനാ താഴേക്ക് പോകുന്നേ? ഇവിടെ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഞങ്ങളോടൊപ്പം കിടക്കാലോ എന്ന് താരി പറഞ്ഞു. സൽമാൻ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ശങ്കിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ എപ്പിസോഡ് 7 അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.